അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ പഠിതാക്കളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅറ് കൊണ്ട്, നഖങ്ങൾ കൊണ്ട്, അവിടുന്ന് ചവിട്ടിയ സ്ഥലങ്ങളെ കൊണ്ട്, നിസ്കരിച്ച സ്ഥലങ്ങളെ കൊണ്ട് ബറക്കത്തെടുത്ത സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ധാരാളം സംഭവങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ടൊക്കെ നാം വിശദീകരിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാം, ഇസ്ലാമിലെ രണ്ടാം ഖലീഫയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ പെട്ടവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം മഹത്വങ്ങൾ, വിശേഷണങ്ങൾ പറയുകയും ചെയ്തവരാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തൊക്കെയാണത്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നാവിലൂടെ അള്ളാഹു സത്യം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പ്രവേശിക്കുന്ന വഴിയിൽ പിശാച് പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു ഇൽഹാം ഇട്ടുകൊടുക്കുന്ന ആളുകളിൽ പെട്ടയാൾ കൂടെയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം വിശേഷണങ്ങൾ, എത്രത്തോളം എന്ന് വെച്ചാൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഉമറേ, സ്വർഗത്തിൽ നിന്റെ കൊട്ടാരം ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൊട്ടാരത്തിന് മുമ്പിൽ സുന്ദരിയായ ഒരു സ്ത്രീയെയും കണ്ടു. ചോദിച്ചപ്പോൾ അത് ഉമറിന് വേണ്ടി ഉള്ള സ്ത്രീയാണ് എന്ന് പറയുന്ന സംഭവം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. ആ ഉമർ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാതെ മഹബ്ബത്തുള്ള ആളാണ്. തിരിച്ചും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന, വല്ലാതെ മഹബ്ബത്ത് വെക്കുന്ന സ്വഹാബികളിൽ പ്രമുഖരാണ്. മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകളെ കൊണ്ട് ബറക്കത്തെടുക്കുക എന്നുള്ളത് ജീവിതത്തിൽ പതിവാക്കിയ ഒരു സ്വഹാബി കൂടെയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ സംഭവം മഹാനായ ഇമാം ഇബ്നു ഹജറിൽ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിൻ്റെ ചരിത്രം പറയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കിതാബ് അൽ ഇസ്വാബ ഫി തമ്മീസി സ്വഹാബ എന്ന് പറയുന്ന കിതാബിൻ്റെ 1-ാം വാള്യം 33-ാമത്തെ പേജിൽ പറയുന്ന ഒരു സംഭവമാണ്. ആ സംഭവം ഉദ്ധരിക്കുന്നത് മഹാനായ ഖിദാശ് ബിൻ അബി ഖിദാശിൽ മക്കി എന്ന് പറയുന്ന ഒരു സ്വഹാബിയെ തൊട്ടാണ്. മഹാനവറുകൾ പറയുകയാണ്, എന്താണ് ആ സംഭവം? മഹാനായ ഖിദാശ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഅകുലു ഫീ സുഫ്ഹതി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തളികയിൽ ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ തളിക മഹാനായ ഖിദാശ് റളിയല്ലാഹു അൻഹു കൈവശപ്പെടുത്തുകയാണ്. ശേഷം മഹാനായ ഖിദാശ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ അരികിൽ വരുന്ന സമയത്തൊക്കെ ഞങ്ങളോട് പറയാറുണ്ട്, ഇഅ്തൂനി ബിസുഫ്ഹത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ച ആ തളികയുണ്ടല്ലോ, അതൊന്ന് കൊണ്ടുവരൂ. അങ്ങനെ ഞങ്ങളത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ തളികയിലേക്ക് സംസം വെള്ളം ഒഴിക്കും. എന്നിട്ട് വയശ്റബു മിൻഹ, അതിൽ നിന്ന് ആ വെള്ളം കുടിക്കും. വയൻളഹു അലാ വജ്ഹിഹി, അവിടുത്തെ മുഖത്ത് അതിങ്ങനെ തെളിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇത്. നോക്കൂ നിങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിച്ച തളിക, അവിടുത്തെ കൈ സ്പർശിച്ച തളിക, അതിൽ ബറക്കത്തെടുക്കാൻ വേണ്ടി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസം വെള്ളം ഒഴിക്കുകയാണ്. ആ പാത്രത്തിൽ, ആ തളികയിൽ ഒഴിച്ച് അത് കുടിക്കുകയാണ്. അത് ശരീരത്തിൽ, മുഖത്തെല്ലാം പുരട്ടുകയും ചെയ്യുകയാണ്. നോക്കൂ നിങ്ങൾ, അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ പെട്ടവരാണ്. ഇസ്ലാമിലെ 2-ാം ഖലീഫ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്നവരാണ്. അവരാണ് ഈ ബറക്കത്തെടുക്കുന്നത്.
അവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ആസാറുകളെ കൊണ്ട് ബറക്കത്തെടുക്കുന്നത്. ഇതാണ് അവരുടെ മാതൃക. ഇതാണ് മുഴുവൻ സ്വഹാബത്തും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പാത. ഈ ഒരു പാതയാണ് നാമും പിൻപറ്റേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും പിന്തുടർന്നു പോന്ന പാതയിൽ ജീവിക്കാൻ, അവരെ പിന്തുടരുന്നവരെ പിന്തുടരാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.